ഹലോ, മഴക്കാലമായല്ലോ. അപ്പം നമ്മുടെ ബൊഗെയിൻവില്ലയിലെ പൂക്കളെല്ലാം പോയി ഇല മാത്രം അല്ലെ തണ്ട് മാത്രമായിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ. ഈ സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് നല്ലതുപോലെ കട്ട് ചെയ്ത് വിടണം. അടി ചേർത്ത് നല്ലതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മണ്ണെല്ലാം കുത്തി ഇളക്കി കുറച്ച് വളവും കൂടി ഇട്ട് കൊടുക്കുക. എല്ലുപൊടി എങ്ങാനും ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തളർപ്പ് വരികയും പൂക്കളാകുകയും ചെയ്യും. ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതിന് മുമ്പേ നിങ്ങൾക്ക് കുഞ്ഞൊരു അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം. നമുക്ക് ഫെലനോപ്സിസിൻ്റെ പുതിയ സീഡ്ലിങ്ങും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ്. കോംബോ ഓഫറായിട്ടാണ് നടക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ഡെൻഡ്രോബിയും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്രോത്ത് ഉള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ്. അതും നമുക്ക് കോംബോ ഓഫറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഏതൊക്കെ കളേഴ്സാണ്, ഫെലനോപ്സിസ് ഏതൊക്കെ കളേഴ്സാണ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പം ഇത് ഫെലനോപ്സിസ് നമുക്ക് 3 കളർ മുതലാണ് കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൻഡ്രോബിയം 10 കളർ മുതലാണ്. ഹൈബ്രിഡ് 5 കളറും കോംബോയിലുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിൽ കിട്ടുവേ. ഓക്കേ.